എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് നല്ലൊരു പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് കുറുക്കിയെടുത്താൽ ഏത്തപ്പഴം കാളനുമായി. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വഴിയെ പറയാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ പൈനാപ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേ റെസിപ്പി ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് ഏത്തപ്പഴം കൊണ്ട് പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് പഴുത്ത് ഒരു ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ചേർത്ത് കൊടുക്കുക. മൺചട്ടിയിൽ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്കിത് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണിൻ്റെക്കാട്ടിലും കുറവിൽ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് നമ്മളൊരു 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചെറുതീലിട്ട് നന്നായിട്ട് വേവിക്കാം. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ്, നല്ല മധുരമുള്ള ഏത്തപ്പഴമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതേ സമയം ഒരു 1/4 മുറി തേങ്ങ ചിരകിയത്, അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവ് കുരുമുളകും പിന്നെ 3-4 ചെറിയ ഉള്ളിയും 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയുള്ള തൈര് 1 കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കട്ടകളൊക്കെ ഒന്നുമില്ലാതെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല. പുളിശ്ശേരി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ട് എടുക്കാം. നമ്മളിവിടെ കുറച്ച് കട്ടിയിലാണിത് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേ സമയം നമ്മൾ വേവാനായിട്ട് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തവി വെച്ചിട്ട് അതൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. എല്ലാം ഉടയ്ക്കണ്ട. ഒരു ഏത്തപ്പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത്തപ്പഴത്തിന് പകരം നിങ്ങൾക്ക് പൈനാപ്പിൾ വെച്ചിട്ടും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മളതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഈ അരപ്പിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചെറുതീയിലിട്ട് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി പച്ചമുളകിൻ്റെ ടേസ്റ്റൊക്കെ കറിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിശ്ശേരി ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൂസാക്കി എടുക്കാം. അപ്പോൾ തൈരിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മളൊരു പഴത്തിന് വേണ്ടിയിട്ടാണ് 1 കപ്പ് തൈര് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് തൈര് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരുപാട് പുളിയില്ലാത്ത എന്നാൽ അത്യാവശ്യം പുളിയുള്ള തൈരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ തൈര് ചേർത്ത് കഴിഞ്ഞാൽ തീ ഓഫാക്കിയിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി, തിളപ്പിക്കരുത്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് താളിച്ച് ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാകുന്നപ്പോൾ കടുകും അതുപോലെ വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫ്രഷ് കറിവേപ്പില കിട്ടാനേ ഇല്ല, അതുകൊണ്ട് ഞാൻ ഫ്രോസൺ കറിവേപ്പിലാണ് എടുക്കുന്നത്. അതാണ് ആ ഒരു കളറ്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ട് പച്ചമണം മാറ്റിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു മുളക് പൊടി നമ്മളിങ്ങനെ താളിച്ചൊഴിക്കുമ്പോഴാണ് പുളിശ്ശേരിക്ക് നല്ലൊരു കളറ് കിട്ടുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ഇതിൽ കുരുമുളക് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കാളൻ്റെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാളൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുരുമുളക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഏത്തപ്പഴം വെച്ചിട്ടുള്ള പുളിശ്ശേരിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്തത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പൈനാപ്പിൾ വെച്ചിട്ടും ചെയ്യാം. അപ്പം നമ്മൾ ഇതിന് മുൻപ് ഒരുപാട് ടൈപ്പിലുള്ള ഓണം റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഇഞ്ചിക്കറി കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്